കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാരങ്കാരും കഴിഞ്ഞ് നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായി കാത്തിരിക്കുന്നത് നോക്കാൻ വേണ്ടി നമുക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ആ കിഴക്കേ നടയിലുള്ള മഞ്ജുള ആലിൻ്റെ അവിടെ വന്ന് മഞ്ജുള ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തുള്ള അത്തിമര ഗണപതി ക്ഷേത്രം അവിടെ പോയിട്ട് അത്തിമര ഗണപതിയെ ഒന്ന് തൊഴുത് സർവ്വവിഘ്നങ്ങളും അകറ്റാനായി പ്രാർത്ഥിച്ച് നമുക്ക് നേരെ ഇങ്ങനെ പോരാം. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ അപ്പുറത്ത് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കേശവൻ്റെ രണ്ട് കൊമ്പ് അപ്പുറം ഇപ്പുറം ഉള്ളത് കാണാം. അതിൻ്റെ നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെ കാണാം. അത് കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ ആ നാരായണീയം ജപിക്കാനിരിക്കുന്ന ആ പീഠം കാണാം, കെടാവിളക്ക് കാണാം. അവിടെ കണ്ട് തൊഴുത് വലത്തേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ ആ ഉണ്ണി ഏത് രൂപത്തിലായിരിക്കണത് നോക്കാനുള്ള ഒരു ത്വരയിൽ നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല വെളിച്ചമാണ്, നിറദീപമാണെന്ന്. ആ നിറദീപത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ എത്തുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അരമണി ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണി ഇങ്ങനെ ഉണ്ട്. അതേപോലെ വയറൊക്കെ നല്ലൊരു കുമ്പാവുമാണ്. നല്ല എന്താ പറയുക, നന്നായിട്ട് ആ നേദ്യമൊക്കെ കഴിച്ച് യശോദാമ്മ നന്നായിട്ട് ആ ഭക്ഷണമൊക്കെ കൊടുത്ത് വെണ്ണയൊക്കെ കൊടുത്ത് ഇങ്ങനെയുള്ള ആ ഒരു നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ണിക്കണ്ണൻ കേട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കഴുത്തിലൊരു വളയം പോലത്തെ മാലയുണ്ട്, ഒരു മാങ്ങാമാലയുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ വെണ്ണുണ്ട്, വെറുതെ അല്ല തടി. നല്ല ചിരിച്ച മുഖമാണ്. വലത്തെ കയ്യിൽ നന്നായിട്ടൊരു വെണ്ണുരുളുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്താ ഇപ്പോൾ മടിക്കാനൊന്നുമില്ല, നല്ല സന്തോഷം തന്നെ. ആ സന്തോഷമാണ് ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ കാണുന്നത്. ഭക്തരെ നോക്കി ഇങ്ങനെ നിൽക്കുക. ആരൊക്കെ വേണ്ട വെണ്ണ, ആരൊക്കെ വേണ്ടിച്ച തരാം കേട്ടോ, എൻ്റെ വയറൊക്കെ നിറഞ്ഞു, ഇനി ആരൊക്കെ വേണ്ടിച്ച തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു അവസ്ഥയാണെന്നേ ശ്രീലകത്ത്. അങ്ങനെ അതിൻ്റെ ആ ഒരു ചിരിച്ച മുഖമായിട്ടാണ് ആ ഭഗവാൻ നിൽക്കണേ, ഉണ്ണിക്കണ്ണനെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. ഗോപി തിലകം വെച്ച് അതേപോലെ തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടിയുടെ മുകളിൽ 2 തിരുമുടി മാലകളുണ്ട്. ഒന്ന് വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, പിന്നെ അതേപോലെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ തന്നെ കാതിൽ ചെവിപ്പൂക്കൾ ഇങ്ങനെ കാണാണ്ട്, വളയം പോലത്തെ ആ ഒരു മാലയുടെ അത് നന്നായിട്ട് കാണാണ്ട് കേട്ടോ. പിന്നെ കാണാനുള്ളത് തോൾവളകൾ കാണാണ്ട്. അതേപോലെ നല്ലൊരു വലിയ ഉണ്ടമാല 2 ഉണ്ട്. അതെന്താ വെച്ചാൽ തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണവും വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒരെണ്ണവും. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഗുരുവായൂരപ്പൻ്റെ ആ നാരായണ വിഗ്രഹത്തിൽ ഇങ്ങനെ കാണുന്ന ഉണ്ണിക്കണ്ണൻ്റെ ആ വെണ്ണക്കണ്ണൻ്റെ രൂപമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ആ ഉണ്ണിക്കണ്ണനെ അങ്ങനെ വിചാരിക്കുക, വെണ്ണക്കണ്ണനെ. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് എല്ലാവരും മനസ്സുകൊണ്ട് ധ്യാനിക്കുക, എന്നിട്ടാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിലേക്ക് എത്തും. ആ ഗുരുവായൂരപ്പൻ്റെ ആ ചൈതന്യം നമ്മളിലേക്ക് എത്തുമ്പോൾ അനുഗ്രഹമായി. കാരണം എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടാണ് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്. ആ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു മനസ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവിടെ പങ്കുവയ്ക്കുക, ആ തൃക്കാൽക്കൽ അങ്ങോട്ട് സമർപ്പിക്കുക. പിന്നെ അതിനൊരു അറുതി വരുത്തുന്നതൊക്കെ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുക. പിന്നെ അതേപോലെ തന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ആലിലക്കണ്ണനെ കണ്ട് തൊഴുത്
സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് തൊഴാം. കൊമ്പും തുമ്പി കൈയൊക്കെ ആയിട്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തി വരുന്നുണ്ട്. ധാരാളം പൂക്കൾ അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. വെളുത്ത പാവുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല മാല ഉണ്ട്, വലിയ മാലകളുണ്ട്. ഒരു പൊട്ടിങ്ങനെ ഗോപി പൊട്ട് പോലെ തൊട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ഗണേശന് ഏത്തോടുക. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത്തോടലിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടും അതിൻ്റെ അനുഗ്രഹത്തെ പറ്റിയിട്ടും അതിൻ്റെ ഐതിഹ്യത്തെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കണ്ടോളൂ കേട്ടോ. എന്നിട്ട് ഏത്തോടുന്നത് എങ്ങനെയെന്നൊക്കെ നോക്കിയിട്ട് ഏത്തോടുക. അതേപോലെ അത് കഴിഞ്ഞ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. ആ സരസ്വതി ദേവിയുടെ അവിടെ നോക്കുമ്പോൾ ഒരു വെളുത്ത പൂവും തുളസിയും കൂടിയുള്ളൊരു മാലയുള്ളത്. പിന്നെ കിടാവൾക്ക് കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിനെയും മത്സ്യം കൂർമ്മ വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിൽ അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വാമനാവതാരവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ അവതാരം ആ ഒരു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് നേരെ അനന്തപത്മനാഭസ്വാമിയെ കാണാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെയും ധാരാളം മാലകളുണ്ട്. താമര ഉണ്ട്, തുളസിയുണ്ട്, വെളുത്ത പൂവുണ്ട്, മുല്ലപ്പൂവ് അങ്ങനെ നന്നായിട്ടുണ്ട്. ധാരാളം മാലകളിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിച്ച് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് നേരെ ആ മുരുകനെ കണ്ണനെയൊക്കെ കാണാം. അതേപോലെ ഹനുമാൻ സ്വാമീനെ കാണാം. അവിടെ ഒന്നും കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണൻ്റെ രൂപമൊക്കെ കാണാം. അതൊക്കെ കണ്ട് ഇങ്ങനെ വരാം. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ അപ്പുറത്തുള്ള താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുക, ഐശ്വര്യം വരാനായിട്ട് പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗല്ലിനപ്പുറത്തുള്ള മണിക്കിണർ നോക്കി തൊഴുക. അതേപോലെ ആ നൃത്ത അറയിലുള്ള കിടാവൾക്ക് കത്തി നിൽക്കണോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടെയും തൊഴുത് വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ നമ്മൾ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരിയത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക. അവിടെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കളവും കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു ചുവന്ന പട്ട് ഉണ്ട്. പിന്നെ ധാരാളം തെച്ചിപ്പൂക്കളുണ്ട്. നല്ലൊരു ഗോപിയല്ല, വലിയൊരു വട്ടപ്പൊട്ട്, ചുവന്ന വട്ടപ്പൊട്ട് വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കളൊക്കെ ഇങ്ങോട്ട് ആയിട്ടുണ്ട്. കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയിട്ട് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. ഗുരുവായൂർ വന്ന് തൊഴുതാൽ മമ്മിയൂരപ്പനെയും കാണണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ചുരുക്കമായിട്ടുള്ള ആ ഒരു കാഴ്ചയായി. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട്
ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. അതിനുശേഷം നമ്മൾ നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് നമസ്കരിക്കുക. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അവിടെ വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് നോക്കിയിട്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് എന്താ പറയുക, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ മാലകൾ, വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാല ഉണ്ട്, ഗോപി കുറി വെച്ചിട്ടുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിനെയും പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ നടയിലുള്ള ആ വേണുഗോപാല സ്വരൂപം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിൽ, കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ രുദ്രതീർത്ഥത്തെ കാണാൻ വലം വയ്ക്കാനായിട്ട് പോകുമ്പോൾ അതിന് നടുക്കുള്ള കാളിയമർദ്ദന രൂപം കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിലൊന്ന് കയറിയിട്ട് അവിടെ ഭക്തർ ധാരാളം നാമം ജപിക്കുന്നുണ്ട്, കീർത്തനം പാടുന്നുണ്ട്. അതൊക്കെ കണ്ട് ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഭഗവതിയുടെ അവിടെ വന്ന് തൊഴുക. അതിനുശേഷം ആ വലിയ ദീപസ്തംഭം കിഴക്കേ നടയിലുള്ള അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണാം തെളിച്ചം. അപ്പോൾ അത് കണ്ട് മനസ്സൊന്നുകൂടി നിറഞ്ഞ്, കാരണം എത്ര കണ്ടാലും മതി വരില്ലേ ഗുരുവായൂരപ്പൻ്റെ തിരുരൂപം. ആ മണ്ണിലിങ്ങനെ, ഈ മണ്ണിലിങ്ങനെ നിൽക്കണത് തന്നെ വലിയ ഭാഗ്യമാണ്, അത്രയും ഭാഗ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് തൊഴുത് പിന്നെ നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ സ്മരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത് അനിൽകുമാർ ആയില്യം വിസ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശ്രീകല രേവതി ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ലതി ആയില്യം നടുവേദനയും കാലുവേദനയും മാറാൻ വേണ്ടിയിട്ട്. സുധ പൂരം കാലുവേദന മാറാൻ വേണ്ടിയിട്ട്. ജിതിൻ കാർത്തിക ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉദയകുമാർ രോഹിണി മകന് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, സന്താന സൗഭാഗ്യത്തിന്. നിതിൻ പൂരാടം സന്താന സൗഭാഗ്യത്തിനാണ്. ചന്ദ്രബോസിന് രുചി വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ആഹാരം കഴിക്കുമ്പോൾ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ട് വരുന്നുണ്ട്. നമ്മളോട് പറയുന്ന പലർക്കും കാര്യസാധ്യം നടക്കുന്നുണ്ട്, പലവർക്കും ജോലിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളോട് പറയുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നല്ലത് വരുത്താനായിട്ട് പ്രാർത്ഥിക്കുക. കഷ്ടങ്ങളൊന്നും തരുതേ എന്ന് പ്രാർത്ഥിക്കുക. ഇനി നമുക്കൊരു കഥ പറയാം. ഇന്ന് നമ്മൾ മന്ദരയുടെ കാര്യം പറയണം. കാരണം ഇങ്ങനെ രാമായണം ചമയ്ക്കാനും രാമായണം ഉണ്ടാവാനൊക്കെ കാരണമായത് മന്ദര എന്നുള്ള ആ ഒരു ദാസിയാണ്. കൈകേയിയുടെ ദാസിമാരിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് മന്ദര. എങ്കിലും കാര്യമായ ജോലിയൊന്നും ചെയ്യിപ്പിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ പ്രായമേറെ ഉണ്ട്, കൂനിയാണ് നടപ്പ്. മന്ദര എന്നാൽ കൈകേയിക്ക് ജീവനാണ്, വളർത്തമ്മയുടെ സ്ഥാനമാണ് നൽകിയിട്ടുണ്ട്. മന്ദരയുടെ ഏതഭിപ്രായവും ഉപദേശവും കൈകേയി തള്ളിക്കളയില്ല. യുവരാജാവായി ശ്രീരാമനെ അഭിഷേകം ചെയ്യാനുള്ള ദശരഥ മഹാരാജാവിൻ്റെ തീരുമാനം പെട്ടെന്നായിരുന്നു. നാടെങ്കും അലങ്കരിക്കപ്പെട്ട് കണ്ടപ്പോൾ മന്ദര അത്ഭുതപ്പെട്ടു. കൗസല്യയും സുമിത്രയൊക്കെ ആഹ്ലാദത്തിലാണ്. ആ വിവരവുമായി മന്ദര കൈകേയിയുടെ അടുത്ത് എത്തിയിട്ട് കൈകേയിയും ആദ്യം ആഹ്ലാദിച്ചു. രാമൻ തനിക്കും പുത്രനാണ്, സർവ്വതാ യോഗ്യൻ. സന്തോഷവാർത്ത എത്തിച്ച മന്ദരയ്ക്ക് സമ്മാനങ്ങളൊക്കെ നൽകി. പക്ഷെ മന്ദര അത് വലിച്ചെറിഞ്ഞ് ശോഭിച്ചു. ബുദ്ധി കെട്ടവളെ, നീ എന്തറിഞ്ഞാണ് സന്തോഷിക്കുന്നത്? ഇതിലൊരു ചതിയുണ്ട്. ഭരതരും ശത്രുഘ്നനും മാതുല രാജധാനിയിൽ പോയിരിക്കുമ്പോൾ തിടുക്കപ്പെട്ട എന്തിനീ അഭിഷേകം? രാമൻ രാജാവായാൽ അടുത്ത സഹായിയായി ലക്ഷ്മണനല്ലേ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അവരുടെ അമ്മമാരായ കൗസല്യയ്ക്കും സുമിത്രയ്ക്കും മഹാരാജ്ഞിമാരായിട്ട് നന്നായിട്ട് ഞെളിയാം. ദശരഥൻ്റെ പ്രിയപ്പെട്ടവളെന്ന് പറയപ്പെടുന്ന നീയോ ദാസിയെപ്പോലെ കഴിയേണ്ടി വരും. നിന്റെ മകനായ ഭരതൻ ദാസനെ പോലെ. കഷ്ടം.
ഇത്രയും കേട്ടപ്പോഴാണ് കൈകേയിക്ക് കാര്യബോധം ഉണ്ടായത്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ആ ചോദ്യത്തിനുള്ള മറുപടിയും സൂത്രവിദ്യയും മന്ദര തന്നെ നൽകി. പണ്ട് ശംബരാസുരനെതിരെയുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ ദശരഥൻ പോയിരുന്നല്ലോ. കൂടെ കൈകേയിയും തേരിലുണ്ടായിരുന്നു. 10 ദിക്കിലേക്കും തേര് വായിച്ചുകൊണ്ടിരുന്ന ആ യുദ്ധത്തിൽ ഒരു ഭാഗത്തെ തേർച്ചക്രത്തിൻ്റെ ഇളകിത്തെറിക്കാറായ ആണി സാഹസികമായി കൈ കടത്തി ഉറപ്പിച്ചു നിർത്തിയത് കൈകേയിയായിരുന്നു. യുദ്ധം ജയിച്ചു വന്നപ്പോഴാണ് ദശരഥൻ കാര്യങ്ങൾ അറിയുന്നത്. തൻ്റെ വിജയത്തിന് പിന്നിൽ കൈകേയിയുടെ കരങ്ങളായിരുന്നു. സന്തുഷ്ടനായ അദ്ദേഹം 2 വരങ്ങൾ ചോദിച്ചു കൊള്ളാൻ അവളെ നിർബന്ധിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. ആ വരങ്ങൾ 2 നീ ഇപ്പോഴാണ് ചോദിക്കേണ്ടതെന്ന് മന്ദര ഓർമ്മിപ്പിച്ചു. അപ്പോൾ എന്ത് വരാ അപ്പം ചോദിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കൈകേയിയുടെ വിഷമം അതാ, എന്താ ഞാൻ ചോദിക്കേണ്ടത്? അതും മന്ദര തീർത്തു കൊടുത്തു. രാമന് പകരം ഭരതനെ യുവരാജാവാക്കണം. രാമനെ 14 വത്സരം കാട്ടിൽ കഴിയാൻ നിർബന്ധിച്ചയക്കുകയും വേണം. അത്രയും വേണോ എന്നാണ് ശങ്ക. കാരണം എന്താ വെച്ചാൽ 14 സ്വന്തം മകനെ യുവരാജാവാക്കുക, അത് മതി. കാരണം എന്താ വെച്ചാൽ രാമനോടും കൈകേയിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തിനാപ്പോൾ ഈ 14 വർഷം പറഞ്ഞയക്കണത്? അപ്പോൾ മന്ദര പറഞ്ഞു, അത് പറ്റില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോലും പറ്റില്ല. രാമൻ ഇവിടെ ഉണ്ടായ മൂത്ത കുട്ടി രാമനാണ്. രാമന് പിന്നെയും അത് കിട്ടാൻ രാജഭാരം കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 14 വർഷം പുറത്ത് പോയിട്ട് വനവാസം ചെയ്യാൻ വേണ്ടി പറയാം. ഇതൊക്കെ കാര്യകാരണ സഹിതമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ദശരഥ മഹാരാജാവിന് ചെന്ന് പറഞ്ഞു. അപ്പോൾ സത്യലംഘനം ചെയ്യുന്ന ആളല്ല. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെയാണ് ആ ഒരു ഏഷണി പറയിപ്പിച്ചത്. സരസ്വതി ദേവിയാണ് ഏഷണി പറയിപ്പിച്ചത്. കാരണം ശ്രീരാമൻ യുവരാജാവായാൽ രാജസുഖങ്ങളിൽ മുഴുകിപ്പോകും എന്ന ഭയമുണ്ട് ദേവന്മാർക്ക്. എന്നാൽ പിന്നെ ലോക ഉപദ്രവകാരികളായ രാക്ഷസന്മാരെയും അവരുടെ നേതാവായ രാവണനെയും ആരാ കൊല്ലുക? അപ്പോൾ ആ സുഖങ്ങളിൽ മുഴുകുമ്പോൾ മനുഷ്യനായാലും ദേവനായാലും ലക്ഷ്യം മറന്നുപോകും. അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരാനും മടി കാണും. സ്വാഭാവികമായ ഈ ഭയം മൂലമാണ് ദേവന്മാർ പ്രത്യേകമായ യോഗം വിളിച്ചുകൂട്ടി സരസ്വതി ദേവിയെ കൊണ്ട് ചുമതലപ്പെടുത്തി. ദേവി, അവിടുന്ന് മന്ദരയുടെ നാവിലിരുന്ന് രാമാഭിഷേകം മുടക്കാൻ വേണ്ടതൊക്കെ പറയിക്കണം. ദേവി തൻ്റെ ദൗത്യം നിർവഹിച്ചു. ദേവന്മാരുടെ സ്വാർത്ഥതയാണോ അതിൽ പിന്നിൽ എന്ന് ചോദിച്ചാൽ രോഗരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തീവ്രമായ ആഗ്രഹമാണ്. എന്തായാലും അത് നടന്നു. രാവണ നിഗ്രഹം ഉണ്ടായി. മറ്റ് പല രാക്ഷസന്മാരെയും ഒരു നമുക്കിന്ന് കേൾക്കാനുള്ള രാമായണ കഥ ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള രാമായണ കഥ എന്ന് പറഞ്ഞാൽ നടന്ന കാര്യം തന്നെ. അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായി. എല്ലാം ഭഗവാൻ നിശ്ചയം. ഇനി നമുക്ക് നാരായണീയം കേൾക്കാം. 1-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയുച്ഛൈരാമന്തി പ്രതിപദമധുരേ ചേതനാ സ്പീതഭാഗ്യാസ്ത്വം ചാത്മാ രാമ ഏവത്യേതുലഗുണഗണാധാര ശൗരേ നമസ്തേ. പരേ കാരുണ്യാത്, അന്യദേവന്മാർ ദയ ഹേതുവായിട്ട് അന്യം കാമം ദദതി ഖലു ത്വം വിശേഷാത് സ്വാത്മത, മറ്റു വല്ല അഭീഷ്ടവും കൊടുക്കുന്നുണ്ടോ? അങ്ങാകട്ടെ വിശേഷിച്ചും അസാധാരണ കാരുണ്യത്താൽ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനായിരുന്നു, സായുജ്യം നൽകുന്നവനാകുന്നു. അന്യേ മറ്റുള്ളവർ, ഐശ്വര്യാത് ഐശ്വര്യം ഈശ്വരത്വം സ്വാമിത്വം ഹേതുവായിട്ട്, ജഗതി പരജനയെ ഈശതേ ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സ്വാമിത്വമുള്ളവരാകുന്നു. ത്വം സ്വാത്മന അഭി, അവിടുന്ന് സ്വാത്മാവിനു കൂടിയും തനിക്കു തന്നെയും ഈശ്വരനാകുന്നു. സ്പീതഭാഗ്യ ചേതന, തഴച്ച ഭാഗ്യമുള്ള ജീവികൾ. പ്രതിപദ മധുരേ ത്വയി, അടിക്കടി ആസ്വാദ്യനായിത്തീരുന്ന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട്. ഉച്ചൈ ആരമന്തി, എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊള്ളുന്നു. ത്വം ച ആത്മാ രാമ ഏവ, അവിടുന്നാകട്ടെ ആത്മാരാഗൻ രാമൻ,
തങ്കൽ തന്നെ ആഹ്ലാദം കൊടുന്നവൻ അത്രേ. ഇതി അതുല ഗുണഗണാധാര, ഇപ്രകാരം അനുപങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ശൗരേതേ നമ, ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗരേ അങ്ങേക്ക് നമസ്കാരം. ബ്രഹ്മാവ്, ശിവൻ മുതലായ അന്യദേവന്മാർ തങ്ങളെ ഭജിക്കുന്ന ഭക്തരിലുള്ള കാരുണ്യം കാരണം മോക്ഷം ഒഴികെയുള്ള ഏത് അഭീഷ്ടങ്ങളെയും അവർക്ക് ദാനം ചെയ്യുന്നു. പരബ്രഹ്മസ്വരൂപിയായ അങ്ങാകട്ടെ വിശേഷ വാത്സല്യത്തോടെ സ്വരൂപമാകുന്ന മോക്ഷത്തെ തന്നെ ദാനം ചെയ്യുന്നു. ബ്രഹ്മാദികൾ ഈശ്വരതത്വം ഹേതുവായിട്ട് ജീവന്മാരിൽ മാത്രം നിഗ്രഹാനുഗ്രഹ ശക്തിയെ വഹിക്കുന്നു. അങ്ങാകട്ടെ അങ്ങയുടെ ആത്മാവിന് കൂടിയും ഈശ്വരനാകുന്നു. എങ്ങനെയെന്നാൽ തൻ്റെ ആത്മാവിനെ തന്നെ ജീവാത്മാവിൻ്റെ രൂപത്തിൽ പരിണമിപ്പിച്ച് സംസാര സാഗരത്തിൽ പ്രവേശിപ്പിച്ച് രക്ഷിച്ച് നിഗ്രഹിക്കാനും ആ സമയത്തു തന്നെ പരമാനന്ദത്തെ അനുഭവിക്കാനും ശക്തനാകുന്നു. പരിപൂർണ ഭാഗ്യവാന്മാരായിരിക്കുന്ന ജീവകോടികൾ സർവമനോഹരമായ ബ്രഹ്മസ്വരൂപത്തിൽ അതിഥിയായി ആനന്ദിക്കുന്നു. അങ്ങാകട്ടെ അങ്ങിൽ തന്നെ രമിക്കുന്നു. ഇപ്രകാരം തനിക്കും മറ്റുള്ളവർക്കും നിരൂപങ്ങളായ ഗുണങ്ങൾക്കും സ്ഥാനഭൂതനായിരിക്കുന്ന മഹാവിഷ്ണു ഗുരുവായൂരപ്പ അങ്ങേക്ക് നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. കൃഷ്ണ.